ബി ഹൗസിലുള്ള എല്ലാവരോടും പ്രതിഷേധത്തിലാണ് നെവിൻ. കള്ളൻ എന്നുള്ള പേര് കേട്ട് മടുത്തിരിക്കുകയാണ് നെവിൻ. ഇന്നലെ കാപ്പിപ്പൊടി കട്ടതിന് നെവിന് നേരെ എല്ലാവരും തിരിഞ്ഞത് നമ്മൾ ലൈവിൽ കണ്ട കാര്യമാണ്. ഇന്നിതാ അതേ കാപ്പിപ്പൊടി മോഷണം പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാങ്ക് ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പ്രാങ്കിനെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു. ഇതിന്റെ പ്രതിഷേധമായിരുന്നു നെവിൻ ഉണ്ടായിരുന്നത്. നെവിൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുമാകാമെന്നുണ്ടെങ്കിൽ എനിക്കും എന്തും ചെയ്യാം. ഇനി മുതൽ എനിക്കുള്ള ഭക്ഷണം ഞാൻ കിച്ചണിൽ കയറി ഉണ്ടാക്കിക്കോളും. ഇവിടെ എല്ലാവരും ഇനി അതുപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ കാണിക്കുന്നതെല്ലാം പ്രാങ്കും, ഞാൻ കാണിക്കുമ്പോൾ മാത്രം അത് കള്ളത്തരവും. എൻ്റെ ബാനറിലാണല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ മോഷ്ടിക്കുന്നത്. ഞാൻ കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ടകാര്യം ഞാൻ തുറന്നു പറയുകയും ചെയ്യാറുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ എല്ലാം എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെയുള്ള ഐറ്റംസ് എല്ലാം വെച്ച് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കിച്ചൺ ക്യാപ്റ്റനായ ബിന്നിയും നെവിന് പെർമിഷൻ കൊടുത്തു. ഇനി എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, ഞാനൊന്നും പറയാൻ നിൽക്കില്ല. ആരെങ്കിലും എൻ്റെ നെഞ്ചത്തോട്ട് വരികയാണെങ്കിൽ അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അതുകൊണ്ട് ഫുൾ ഫ്രീഡം നെവിന് കൊടുത്തത് കൊണ്ട് തന്നെ നെവിനും ബിന്നിക്കും വേണ്ടി ഒരു കിടിലം ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞ് നെവിനും ബിന്നിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് അതുവഴി പോയപ്പോൾ അനീഷിനും അത് ടേസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ബിന്നി കൊടുത്തു. അപ്പോൾ അനീഷിന് അതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അനീഷ് ചോദിച്ചു, ഇത് ശരിക്കും നെവിൻ തന്നെ ഉണ്ടാക്കിയതാണോ? വളരെ മനോഹരമായി തന്നെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള കോംപ്ലിമെന്റ്സ് എല്ലാം കൊടുത്തപ്പോൾ നെവിൻ ചോദിച്ചു, അനീഷേട്ടന് ഇനി വേണോ? എങ്കിൽ ഞാൻ എടുത്തു തരാം. അനീഷേട്ടൻ ഒരു പാവം വ്യക്തിയാണ്, ഇന്നത്തെ പ്രാങ്കിലേക്കൊന്നും ഇടപെടാൻ വരാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് അനീഷേട്ടന് തരാമെന്ന് പറഞ്ഞ് അവൻ കിച്ചണിലോട്ടേക്ക് ഓടി. എന്നിട്ട് ഒരു ബൗൾ നിറയെ ഫ്രൈഡ് റൈസ് എടുത്ത് അനീഷിന് കൊണ്ടുപോയി സ്നേഹത്തോടെ കൊടുത്തു. അനീഷും അത് വളരെ ആസ്വദിച്ചു കഴിച്ചു. ഒരുപാട് ചിരികളും തമാശകളും നിറഞ്ഞ ഒരു കോൺവെർസേഷൻ തന്നെയായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അനീഷിനെ ഇത്രയ്ക്കും അധികം എൻജോയ് ചെയ്തിരിക്കുന്നത് വളരെ അപൂർവമായി കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ്. അനീഷ് നെവിനോട് പറഞ്ഞു, നീ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. ഇത് കേട്ടപ്പോൾ ബിന്നി പറഞ്ഞു, അതെ, നന്മ നിറഞ്ഞ ഒരു കള്ളനാണ് അവനെന്ന്. എങ്കിലും നെവിൻ ഉണ്ടാക്കിയ ഭക്ഷണം അവർ 3 പേരും വളരെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കി നിന്നു പോകും. അതിനിടയിൽ അനീഷ് ഓരോന്ന് പറയുമ്പോഴും ചിരിക്കുമ്പോഴും അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയി പോകുന്നത്. എന്തായാലും ഈ ഒരു പ്രവൃത്തി ഒരു വിഷയമാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഉള്ള സമയം അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ബി അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.